ഹലോ ഗൈസ്, നമ്മളിന്ന് ചെക്കന്മാരെല്ലാം കൂടെ നോമ്പ് തുറക്കി പോവാണ്. നമ്മളിപ്പം എങ്ങോട്ടാണ് പോകുന്നത്? കറാമയിലേക്കാണ് പോകുന്നത്. അനാർക്കലി ഗൈസ്. ആ സൗണ്ട് നോക്കും എവിടെ നിന്ന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. സൗണ്ട് എവിടെയാണ് കുറയ്ക്കുന്നല്ലേ? അങ്ങനെ ഗൈസ്, നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. ഇവിടെ എത്ര മണി വരെയാണ് ഇപ്പോൾ ഫ്രീ ഉള്ളത്? 6 to 8 ഇപ്പോൾ ഫ്രീ ആണ് ഗൈസ്. നമ്മളെ വണ്ടി ജങ്കാർ വണ്ടി കേട്ടോ, പൊളി സാധനം. ഇവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ട് കേട്ടോ. സംഭവം ഇവിടെ വണ്ടി ഇട്ടുണ്ടല്ലോ ഗൈസ്, നമുക്ക് ആ ഒരു കറക്കം വരത്തില്ല. ഇന്നലെ തന്നെ നമ്മൾ കുറേ കറങ്ങി ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ അത്രയ്ക്ക് കുറേ വണ്ടികളാണ്. സോ പാർക്കിംഗ് അങ്ങനെ കിട്ടാറില്ല. ഇപ്പം 6:10 പെട്ടെന്ന് പോകണം ഗൈസ്. അമ്മമാരൊക്കെ ഇങ്ങനെ ഓടുവാണ്. കാര്യം ടൈം നമ്മളൊന്ന് ലേറ്റാണ്. പയ്യന്മാരെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മളാണ് ലാസ്റ്റ് ഗൈസ്. ഇന്ന് ശരിക്കും ഫയാസ കൊണ്ടുപോയി കേട്ടോ. അവൻ്റെ ഷൂ ഒടുക്കത്തെ മറ്റേ ഹൈ ബ്രാൻഡ് ഷൂ ആയിപ്പോയി. കാണിച്ചു തരാം. ഇതാണ് ചേട്ടാ, ഫുൾ കളർഫുള്ളാണ് സാധനം. ഫയസ് തിളങ്ങിയൊക്കെയാണ് ഗൈസ്. ഗ്രൂമയുടെ സാധനമാണ്. നമ്മളൊക്കെ കേട്ടില്ലേ? അയ്യോ, റെസ്റ്റോറൻറ്റ് എവിടെയാണോ ഇനിയും കുറേ പോകണമെന്ന് തോന്നുന്നു. ഐ മീൻ ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതിന് കുറച്ച് സംഭവം കൂടെ ഉള്ളൂ. കണ്ട റെസ്റ്റോറൻറ്റ് ഉണ്ടോ? എവിടെ റെസ്റ്റോറൻറ്റ്? പയ്യന്മാരിക്കുന്നുണ്ടല്ലോ. കയറുന്നില്ലേ? അയ്യോ, എന്താണ് എല്ലാരും ഉണ്ട്, ഒന്നില്ല. കുറേ പേരുണ്ട്. നമ്മുടെ ഇതാ സംഭവം, അനാർക്കലി റെസ്റ്റോറൻറ്റ്. നൈസായി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നുണ്ടോ. നല്ല ട്രഡീഷണൽ ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, നല്ലൊരു ആംബിയൻസാണ്. നമ്മൾ ടേബിൾ ഏതാണെന്ന് നോക്കണം. നമ്മൾ ഇവിടെ ഇരിക്കാമെന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ കുറേ അങ്ങറ്റം വരെ നമ്മുടെ ടേബിൾ തന്നെയാണ്. ഇവർ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, നമ്മളെ ടേബിൾ ഏതാണ് പ്രശ്നമാണ് ഗൈസ്. ഫുള്ള് കൺഫ്യൂഷനാണ്. അതൊന്നും അങ്ങോട്ട് മനസ്സിലാവില്ല. ആരും അങ്ങോട്ട് ഇരിക്കുന്നില്ല. ഇതാണ് നമ്മുടെ അർഷാദ് ഭായ്. പുള്ളിനെ കണ്ടിട്ട് കുറേ നാളായി. എന്താണ്, സുഖല്ലേ? ഇതെന്താ കയ്യിലൊക്കെ അങ്ങ് ഉറപ്പുമല്ലോ. സുഖല്ലേ? കാത്തിരിക്കുമായിരുന്നു അവിടെ. ഇത് ഫയാസിൻ്റെ അളിയനാണ്. പഴംപൊടി. നമ്മൾ എന്താ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാലേ, നമ്മൾ ജസ്റ്റ് പള്ളിയിൽ പോയിട്ട് വരാം. നമ്മൾ പയ്യന്മാരെല്ലാം കൂടെ കുറേ പേര് പള്ളിയിൽ പോയിട്ട് വരും. എല്ലാത്തൊരു കഴിച്ചോട്ടെ. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സണൽ ഇതല്ലേ, എന്താ പറയുക. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകാന്ന് വെച്ചാൽ അപ്പം കുറച്ച് തിരക്കൊക്കെ കുറയും. ഇതിൻ്റെ പുറകിൽ തന്നെ പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വന്നിട്ട് കഴിക്കാം. ശരിയേ, ലൈസൻസിൻ്റെ കാര്യം എല്ലായിടത്തും പറഞ്ഞിട്ട് പറയാം. ആടുത്തും പറയല്ലേ അതിനെ അറിയാൻ ആരുമില്ല. അതിന് ബർക്കത്ത് പോകും. പള്ളിയിൽ പോയി നിസ്കരിച്ചു, എല്ലാവരും ഹാപ്പിയായി. നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ്. അവിടെ തിരക്കൊക്കെ കുറഞ്ഞാണ്, ബൊഫയാണ്. അപ്പോൾ അത് എല്ലാവരും കൂടെ ഇനി ഫുഡ് കഴിക്കണം. അങ്ങനെ ഗൈസ് എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു. ഇനി കഴിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് റൈസ് ഇടാം. റൈസ് ഉണ്ടല്ലോ. ഓക്കെ, ഫ്രൈ അങ്ങനെ ഉണ്ട്. കഴിച്ചോക്കില്ലേ? ഓക്കെ, ബീഫ് കറി, കുറച്ച് കറി കൊണ്ടിരിക്കാം. ഇവിടെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. സാധാ ചോറുണ്ട്, എന്തോ വെജിറ്റബിൾ കറീസൊക്കെ ഉണ്ട്.
നമ്മളിത് എടുക്കുക, ഏതെങ്കിലും മൂലയിലോട്ട് പോവാം. ഹലോ ഹലോ, ചിരിച്ചേ ചിരിച്ചേ. മക്കളെ വല്ല അങ്ങോട്ട് കൊടുത്താണ്. ഇത് ഡക്കാര് മേടിച്ചു തന്നതാ. നീ മേടിച്ചാ? ഞാൻ എന്തായാലും സൈഡിലോട്ട് പോയി കഴിക്കട്ടെ. മാമ കഴിച്ചിട്ട് വരാവേ. മോള് കഴിച്ചാ? ആ എടാ നീ മാത്രമേ ഉള്ളൂ. ഞാൻ കരുതി ഞാനാ ഏറ്റവും കൂടുതൽ എടുത്തേന്ന്. ഇവിടെ വേറൊരാൾ കണ്ടില്ലേ? ഓ അതിനെയും വെട്ടി അടുത്താണ്. അങ്ങോട്ട് നോക്കരുതല്ലേ, ഇതൊരു കോമ്പറ്റീഷൻ അല്ല. ലോഡറിന്റെ സാധനമായിട്ട് കാക്ക വന്നിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഷെഫി ഒരുപാട് സാധനം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ശരീരമാണെങ്കിലും വലിയ മനസ്സും വയറുമാണ് ഗൈസ്. അടുത്തോ വന്നിട്ടുണ്ട്. ഇവന്റെ പ്ലേറ്റിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. അയ്യോ വളരെ കുറച്ച് മാത്രം. മാന്യനാണ് ഗൈസ്. ഷെമി വരാത്തത് എന്താണ് നിങ്ങൾ പറയാനുള്ളത്? എല്ലാവരും ദുഃഖകരമായിട്ടിരിക്കുകയാണ്. ഷെമി വരേണ്ടതാണ്. ഇത്രയും പേരുണ്ടായിട്ട് ആ മനഃപൂർവ്വം വരാത്തതായിരിക്കും അല്ലേ? ഷെഫി അതാ പറഞ്ഞത്, മനഃപൂർവ്വം വരാത്തതാണ്. നേരത്തെ എക്സ്പ്രഷൻ, ആ നേരത്തെ എക്സ്പ്രഷൻ ഒന്നും കിട്ടണം. ആ ചിരിച്ച ഇതൊക്കെ 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 കുട്ടിയൊക്കെ കളിക്കാനുള്ള സാധനം ഇപ്പൊ കാക്കയ കളിക്കുന്നത്. കാക്ക 10-30 വയസ്സായാക്ക മതിയാക്കാക്ക എടുത്തേ. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാണ് കണ്ടോ, ഫുള്ള് നല്ല ആൻറ്റി കളക്ഷൻ സാധനങ്ങൾ. ഏതാ ക്ലോക്ക് എന്നുണ്ട്, ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് സാധനങ്ങൾ. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയല്ല. നമ്മൾ എല്ലാവരും പിരിഞ്ഞു. ഇപ്പോൾ പാർക്കിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ കുറേ പേരുണ്ട്. കുറച്ച് പേര് അങ്ങോട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് പരിപാടി ഈ പ്രാവശ്യം അടിപൊളിയായിരുന്നു അല്ലേ? പിന്നല്ല പൊളിക്കും. ഞങ്ങൾ പൊളിച്ച് നല്ല ഉഷാറായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയായി. കഴിഞ്ഞതിന് നമുക്ക് ഒരു എന്താണ് ഈ പ്രാവശ്യത്തെ പരിപാടിനെ കുറിച്ച് 2 വാക്ക്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി നടത്തിയതിനെക്കാട്ടിൽ ഉഷാറായിട്ട് നടത്തി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു തളർത്തുന്നതായിരുന്നു. അത് ഈ പ്രാവശ്യം ഉഷാറായിട്ട്. അതെ അതെ അതെ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? പുള്ളി പറഞ്ഞത് കഴിഞ്ഞതിനത്തെക്കാളും വളരെ അതങ്ങ് പറഞ്ഞാൽ പോലെയായിരുന്നു. വളരെ ലളിതമായി നടന്നു. സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ 10-30 പേരുണ്ടായിരുന്നു. 10-30 പേരുണ്ടായിരുന്നു. എല്ലാവരും പോയി. അപ്പോൾ ഇനി കുറച്ച് പേരുണ്ട്. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടൊക്കെ പോകാമെന്ന് വെച്ചു.